ഇപ്പോഴും ഒരു ട്രൂ ലവ് ഫൈൻഡ് ചെയ്യാൻ സാധിക്കാതെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഈ 5 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒന്ന്, നിങ്ങൾക്കിടയിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടായിരിക്കും. പല കാര്യങ്ങൾ ഹൈഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടോ ആയിരിക്കില്ല നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. 2, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി അവരുടെ ലൈഫിൽ അവർ സമയം കണ്ടെത്തും. നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും, നിങ്ങൾ ഓക്കെ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ ലൈഫ് പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ഒരു പക്ഷേ ഫ്യൂച്ചർ കാര്യങ്ങളെക്കുറിച്ച് കൂടി നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കും. 3, ആ വ്യക്തി നിങ്ങളെ സത്യസന്ധമായാണ് സ്നേഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ബൗണ്ടറീസിനെ അവർ റെസ്പെക്ട് ചെയ്യും. നിങ്ങളൊരു കാര്യത്തിന് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ആ ഒരു കാര്യം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ കമ്പൽ ചെയ്യാനോ പ്രഷർ ചെയ്യാനോ അവരൊരിക്കലും നിൽക്കില്ല. നിങ്ങളുടെ ഡിസിഷനെ തീർച്ചയായും അവർ റെസ്പെക്ട് ചെയ്യും. 4th, ഒരു ആർഗ്യുമെന്റ് ഉണ്ടാവുന്ന സമയത്ത് അവരൊരിക്കലും ഡിസപ്പിയർ ആകില്ല. അതായത് അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നടക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വിൻ ചെയ്യാൻ സാധിക്കാതെ വരികയോ എന്തെങ്കിലും ഒരു ഡിസഗ്രിമെന്റ് വരികയും അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അവരതിനെക്കുറിച്ച് സംസാരിക്കാതെ പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന രീതിയിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ പിന്മാറുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ആ ഒരു കാര്യം റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും വീണ്ടും മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നും കാണാൻ സാധിക്കും. ആൻഡ് ഫൈനലി, അവരുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ നല്ലൊരു അലൈൻമെന്റ് ഉണ്ടായിരിക്കും. ഒരു കാര്യം പറയുന്നു, മറ്റൊരു കാര്യം ചെയ്യുന്നു. ഇത്തരത്തിൽ വളരെയധികം വൈരുദ്ധ്യം നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഒരു കാര്യം നിങ്ങളോട് പ്രോമിസ് ചെയ്യുന്നു, പക്ഷേ അത് മറക്കുകയോ അല്ലെങ്കിൽ അത് ഒരിക്കലും പാലിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികളൊന്നും അവരുടെ ഭാഗത്തുനിന്നും കാണില്ല. ഇതൊരു പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായി തോന്നിയേക്കാം. പക്ഷേ ഇത്രയും കാര്യങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അനുഭവപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് എപ്പോഴും ട്രൂ ആയിട്ടുള്ള ഒരു ലവ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ വിശ്വസിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലവിങ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻ ഉണ്ട്. അഫർമേഷൻ വേണ്ട ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ലവ് മാനിഫെസ്റ്റിംഗ് അഫർമേഷൻ എന്ന് വാട്സ്ആപ്പ് ചെയ്യുക.